മക്കളെ, നിങ്ങളുടെ റിസൾട്ട് 26-ാം തീയതി വന്നായിരുന്നല്ലോ. എനിക്ക് സത്യത്തിൽ അന്ന് 26-ാം തീയതി എജുപോർട്ടിൻ്റെ ലൈവിൽ വരണം, നിങ്ങളൊക്കെ ഒന്ന് കാണണം, നിങ്ങളുടെ റിസൾട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം. അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നടന്നില്ല. അന്ന് മുതലേ സുഹേൽ സാർ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അഖില നമ്മുടെ +2 റിസൾട്ട് വന്നു, നല്ല മാർക്കുള്ള ഒരു കുട്ടികളുണ്ട്, എന്നാൽ മാർക്ക് കുറഞ്ഞു പോയ ഇനി എക്സാം എഴുതാൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു സുഹേൽ സാർ. ഞാൻ സത്യത്തിൽ ഒരു വീഡിയോയും പ്ലാൻ ചെയ്ത് കയറുന്ന ഒരാളല്ല. ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് +2 എക്സാം വന്നപ്പോൾ മാർക്ക് കുറഞ്ഞു പോയ, ചിലപ്പോൾ തോറ്റുപോയിട്ട് എക്സാം എഴുതാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, എക്സാമിൽ തോറ്റുപോയി കാണും, പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയും തോക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ പറയാണ്, മക്കളെ എഴുതി വെച്ചോ. ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്സോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എന്തിലുമൊക്കെ നിങ്ങൾ തോറ്റുപോയി കാണും. ബട്ട് നിങ്ങളത് ജീവിതത്തിൽ തോറ്റുന്ന ഒരിക്കലും നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല മക്കളെ. ആ എക്സാം ചിലപ്പോൾ തോക്കാൻ കാരണം നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ആയിരിക്കില്ല, ബുക്ക് തുറന്നു പോലും നോക്കി കാണൂല. അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ തോറ്റുപോയത് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇനി അത് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മാർക്ക് തിരിച്ച് അവൻ കൂടുതൽ വിഷമിക്കുകയാണ്, അന്ന് അവന് 10 മാർക്ക് കൂടുതൽ തരാം, അങ്ങനെ ഗവൺമെൻറ് തരുമോ? ഇല്ല. ഒരു എക്സാം വന്നു, ആ എക്സാമിൽ നല്ലപോലെ പഠിക്കാൻ പറ്റിയില്ല, മാർക്ക് കുറഞ്ഞു പോയി, ചിലപ്പോൾ പരാജയപ്പെട്ടു പോയി കാണും. അതിനുവേണ്ടി വേറൊരു ചാൻസ് ഗവൺമെൻറ് തരുന്നുണ്ട്. എക്സാം അതിൽ എഴുതിയാൽ മതി, നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതി, കുഴപ്പമില്ല, ജീവിതം മുമ്പോട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളവൻ നല്ല മാർക്ക് വാങ്ങിച്ചു, ഞാൻ അങ്ങ് പരാജയപ്പെട്ടു പോയല്ലോ എന്ന് കരുതി അവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ അവനെ ഒന്നും നോക്കണ്ട. നിങ്ങളൊരു എക്സാം എഴുതി, ആ എക്സാമിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അപ്പം വേറൊരു ചാൻസ് തരുന്നുണ്ട്, എക്സാം അതിൽ നല്ലപോലെ എനിക്ക് പെർഫോം ചെയ്ത് കാണിക്കണം എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബാക്കിയൊക്കെ കോൺഫിഡൻസ് തന്നെ വരും മക്കളെ. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ 13 വയസ്സ് മുതൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. 13-ാം വയസ്സ് മുതൽ അച്ഛൻ്റെ രോഗം, അച്ഛന് TB വന്നത്, വീട്ടിൽ പ്രാരാബ്ദം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പം അയ്യോ ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം, അടുത്തത് റെഡിയാകുമെന്ന് കരുതും. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വീണ്ടും 16-ാമത്തെ വയസ്സിൽ അടുത്ത പ്രശ്നം വന്നു. അപ്പം കരുതി എന്തിനാ ദൈവം എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ തരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അതിനുശേഷം എൻ്റെ ലൈഫിൽ 24-ാമത്തെ വയസ്സിൽ അടുത്ത ഒരു പ്രശ്നം വന്നു. അപ്പം ഞാൻ കരുതി അയ്യോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്കിങ്ങനെ തുടരെ പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരു എക്സാം തോക്കുന്നതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളായിട്ട് സംഭവിക്കുന്നത്, അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് മക്കളെ. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ മുമ്പോട്ട് ജീവിച്ച് പോവാ. 13-ാം വയസ്സിലൊരു പ്രശ്നം വന്നു, ഒന്നും അറിയാത്ത 13-ാം വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം വന്ന ആളാ ഞാൻ. അന്ന് തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് 26-ാമത്തെ വയസ്സിൽ ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. ലൈഫിന് മുമ്പോട്ടുണ്ട്, അതങ്ങനെ സംഭവിച്ചു. ഇനി മുമ്പോട്ട് പോകണമെന്ന് ചിന്തിച്ച് ഞാൻ വീണ്ടും ലൈഫ് മുമ്പോട്ട് പോയി. അതിനിടയ്ക്ക് പല പ്രശ്നങ്ങൾ വന്നെങ്കിലും ഇനിയും ലൈഫ് മുമ്പോട്ട് പോകണം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ വലിയ നിലയിലെത്തി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള മോട്ടിവേഷനാണ് എന്നെ നിർത്തുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടടാ, നിങ്ങളുടെ അച്ഛൻ ഉണ്ടടാ, നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റർ ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഇവരെ നിങ്ങൾക്ക് സുഖമായിട്ട് നോക്കണമെങ്കിൽ, ഇവർക്കെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു 50,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി വേണമെന്നിരിക്കട്ടെ. ഈ 50,000 രൂപ ഒരു മാസം ശമ്പളമുള്ള ജോലിയിലേക്ക് എത്തണം എന്നും പറഞ്ഞ് നിങ്ങൾ +2-ൽ തോറ്റുപോയെന്നും പറഞ്ഞാൽ നടക്കില്ല എന്നാണോ? ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. +2-ൽ നിങ്ങളൊരു എക്സാമിൽ തോറ്റുപോയി, 2, 3, 4, 6 എക്സാമിലും തോറ്റുപോയി എന്നിരിക്കട്ടെ എന്നും പറഞ്ഞ് നിങ്ങളുടെ കൂടപ്പിറപ്പങ്ങളെയും അമ്മയും അച്ഛയും നോക്കാനുള്ള ശമ്പളം 50,000 രൂപ ശമ്പളം കിട്ടേണ്ട ഒരു ജോലിയിലേക്ക് നിങ്ങൾ എത്തില്ല, നിങ്ങൾ തന്നെ ഉറപ്പിച്ച് വെച്ചേക്കുന്നിടത്താണ് പ്രശ്നം. ഒന്നുമല്ല. +1, +2, 10 A+കളുടെ എണ്ണമോ മാർക്കിൻ്റെ എണ്ണമോ ഒന്നും നിങ്ങൾ നല്ലൊരു നിലയിൽ എത്തില്ല എന്ന് ഒരിക്കലും അടിയറ വെച്ച് നമുക്ക് പറയാനേ പറ്റില്ല, അടിവര വെച്ച് പറയാനേ പറ്റില്ല മക്കളെ. ഞാൻ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ പറയുന്ന ഒരു സാധനമാണ് എൻ്റെ ഒപ്പം പഠിച്ച ആസിഫ് മക്കളെ. +2-ൽ 62% +2-ൽ 62% അവൻ്റെ മാർക്ക്. 62% മാർക്കും കൊണ്ട് അവൻ നേരെ റിപ്പീറ്റ് ചെയ്യാൻ പോയി. ജെയ് മെയിൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയി. അവൻ ആദ്യത്തെ ചാൻസിൽ തന്നെ കാലിക്കറ്റ് NIT കിട്ടി. ഞാൻ 98.83% ഉള്ള ഒരാളാണ് ഞാൻ 2 കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് നീറ്റ് എക്സാം കിട്ടിയത്. അതിനേക്കാൾ ടഫ് എക്സാമാണ് ജെയ് മെയിൻസ് എക്സാം. ആ എക്സാം 62% മാർക്കുള്ള ആസിഫ് ഫസ്റ്റ് ചാൻസിൽ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനിയും എക്സാമ്പിൾ വേണോ? ഞാൻ പറഞ്ഞു തരാം. എൻ്റെ കൂടെ പഠിച്ച ഒരാളുണ്ട്, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു ഗേള്. ആ ഗേള് എല്ലാം 4 ഇയർ പഠിക്കണം,
ഞാൻ എക്സാം പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. ഫസ്റ്റ് ഇയറിൽ ആ കുട്ടിക്ക് സപ്ലി ഉണ്ടായിരുന്നു. സപ്ലി എന്ന് പറഞ്ഞാൽ തോറ്റു പോയിട്ടുണ്ട് പല സബ്ജക്റ്റും. സെക്കൻഡ് ഇയറിലും സപ്ലി, തേർഡ് ഇയറിലും സപ്ലി, ഫോർത്ത് ഇയറിലും എല്ലാ എക്സാമിലും സപ്ലിയാണ്. എല്ലാത്തിൻ്റെയും സേ എഴുതിയാണ് നമ്മൾ പാസ്സായത്. മക്കളെ, ഇന്ന് അവള് ഡോക്ടറാ, ഇന്ന് ആ കുട്ടിയും ഡോക്ടറാ. ആ കുട്ടിക്ക് ദിവസം വരുന്ന പേഷ്യൻസ് 150 പേഷ്യൻസാ. ഈ 150 പേഷ്യൻസിൻ്റെ ഒരാളുടെ 100 രൂപ വെച്ച് വാങ്ങിച്ചു എന്നിരിക്കട്ടെ, ആ കുട്ടീൻ്റെ ഒരു ദിവസത്തെ ശമ്പളം 15,000 രൂപയാ. 15,000 രൂപയാ. ഒരു ഇയർ പോലും അഖിൽ സാർ സപ്ലി വാങ്ങിച്ചിട്ടില്ല. ഒരു ഇയർ പോലും അഖിൽ സാർ തോറ്റിട്ടില്ല. എനിക്ക് മാക്സിമം ഒരു 75+ ആണ് എൻ്റെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ. ഈ ടീച്ചിങ് കൂടെ വരുന്നതുകൊണ്ട് എനിക്ക് 75% പ്ലസ് പേഷ്യൻസ് ഉള്ളൂ. കണ്ടോ, അവിടെ എല്ലാ ഇയറും സപ്ലി ഉണ്ട്. ഞാൻ ഉറപ്പിച്ച് കള്ളത്തരം പറയല്ല, എല്ലാ ഇയറും ആ കുട്ടിക്ക് സപ്ലി ഉണ്ടായിരുന്നു. ആ കുട്ടി അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? സപ്ലി വന്നു, എക്സാം എഴുതി, വീണ്ടും വന്നു. അവളുടെ ഫീൽഡിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ നോക്കി. എനിക്ക് നല്ലപോലെ എത്തണം എന്ന് കരുതി ദിവസം 150 പേഷ്യൻസ് ഉണ്ട്. ഒരാളുടെ 100 വെച്ച് വാങ്ങിച്ചാൽ തന്നെ 15,000 രൂപ ഒരു ദിവസം കിട്ടും. ഒരു ദിവസം 15,000 രൂപയാ. ഒരു എക്സാമിൽ തോറ്റുപോയെന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയും തോക്കുന്നില്ല മക്കളെ. ലൈഫിൽ തോറ്റുപോയെന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങളുടെ അമ്മേനെയും അച്ഛനെയൊക്കെ സുഖമായിട്ട് നോക്കാനുള്ള ഒരു ശമ്പളം വേണം. 50,000 രൂപ ശമ്പളം വേണം ഇരിക്കട്ടെങ്കിൽ, സുഖമായിട്ട് നോക്കണമെങ്കിൽ. അതിലേക്ക് എങ്ങനെ എത്താം, ആ ജോലിയിലേക്ക് എങ്ങനെ എത്താം, അത് പ്ലാൻ ചെയ്യാൻ നോക്ക്. +1 +2 എക്സാം തോറ്റുപോയെന്ന് പറഞ്ഞ് വിചാരിക്കല്ലേ. ആ എക്സാം തോറ്റുപോയിട്ടാണെങ്കിൽ എന്താ, അടുത്ത എക്സാം കൊണ്ട് പഠിച്ചെങ്കിൽ പാസ്സാകണം. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, എൻ്റെ അമ്മേനെ അച്ഛനെ നോക്കാനുള്ള നല്ലൊരു ജോലിയിലേക്ക് ഞാൻ എങ്ങനെ എത്തും, അത് വേണം പ്ലാൻ ചെയ്യാൻ. ഈ എക്സാം തോറ്റും പൊക്കോട്ടെ, അടുത്ത എക്സാമിലേക്ക് ആ മിസ്റ്റേക്കിൽ തിരുത്താൻ നോക്കുക. അടുത്ത ജീവിതത്തിന്റെ പല എക്സാമുകൾ ഇനിയാ കടന്നു വരിക. ഡിഗ്രി എക്സാം, PSC എക്സാം, അതിലൊക്കെ നിങ്ങൾ മുന്നേറാൻ ശ്രമിക്കുക മക്കളെ. തോറ്റുപോയെന്ന് പറഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല മക്കളെ. നമ്മൾ ഓരോന്നൊക്കെ ചിന്തിക്കുക. ഒരു എക്സാം തോറ്റുപോയാൽ അതാണ് ഏറ്റവും വലുത്. അങ്ങന്ന ആത്മഹത്യ ചെയ്തേക്കാം, അങ്ങന്ന തലയിൽ മുണ്ടും പുതച്ചങ്ങ് നടന്നേക്കാം, ഒരു തൊപ്പി വെച്ച ആൾക്കാരുടെ മുമ്പിൽ അങ്ങോട്ട് മറച്ച് നടന്നേക്കാം. അവരാരുമല്ല നമുക്ക് ചെലവിന് തരുന്നത്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഇല്ലാത്ത ദണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും ഒരുപാട് നാട്ടുകാർക്ക് ഉണ്ടാവുന്നത്. അവരെ ആരും നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അമ്മ അച്ഛനോട് പറയാം, അമ്മ എനിക്കിത് പറ്റിയില്ല, പോട്ടെ. അമ്മ അച്ഛനും തോളത്ത് തട്ടിയിട്ട് പറയാം, മക്കളെ പോട്ടെ, അടുത്ത എക്സാം ഉഷാറാക്ക്. അടുത്ത എക്സാം ഉഷാറാക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ ഇനി നിങ്ങൾ ബാധ്യസ്ഥരാ. ഈ എക്സാം പൊക്കോട്ടെ, എക്സാം എഴുതി മുമ്പോട്ട് വാ. പക്ഷെ അമ്മ അച്ഛനും അടുത്ത എക്സാം ഉഷാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു +1 +2 10ാം ക്ലാസ് ഡിഗ്രി എക്സാമിലൊന്നും തോക്കുന്നൊന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും വലുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്നെ രാവിലെ വിളിച്ചുണർത്തുന്നത് 7 മണിക്ക് എന്നെ വിളിച്ചുണർത്തുന്നത് എൻ്റെ അച്ഛനാണ്. 7 മണിക്ക് വിളിച്ചുണർത്തും. അച്ഛൻ്റെ കോളോടെ ഞാൻ അച്ഛനോട് സംസാരിച്ച് എനിക്കും 8 മണിക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകും. രാത്രി ഞാൻ കിടക്കുന്നത് ഒരു 9:30-10 മണിക്ക് ഞാൻ കിടക്കും മക്കളെ. അപ്പം അതിന് മുമ്പ് എൻ്റെ അച്ഛൻ ഒരു 9 മണിക്ക് വിളിക്കും, കിടക്കും. അങ്ങനെ രാവിലെ വൈകുന്നേരം വിളിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ 26 നിങ്ങളുടെ ലൈവ് നിങ്ങളുടെ ആ റിസൾട്ട് വന്ന ദിവസം എനിക്ക് വരാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് ചോദിച്ചാൽ 22-ന് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. 22-ന് അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നു, അച്ഛൻ മരിച്ചുപോയി മക്കളെ. 22 മരിച്ചു. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ജൂണായി, 31 കേട്ടോ, മെയ് 31. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ 1-2 ദിവസം വൈകും, എന്നാലും 31 ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. 10 ദിവസമേ ആയുള്ളൂ. ഉള്ളിൽ വിഷമമുണ്ട്. എല്ലാ ദിവസവും ഇപ്പം 7 മണിക്ക് അലാറം വെച്ചാൽ ഞാൻ എണ്ണിക്കുക. 7 മണിക്കൊന്നും അച്ഛൻ വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും 7 മണിക്ക് അലാറം വെച്ചാൽ ഞാൻ എഴുന്നേക്കുന്നത്. ലൈഫിൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്. ഏറ്റവും വലിയ വിഷമമാണ് നിങ്ങളുടെ എക്സാം തോറ്റു നിങ്ങൾ കരുതുമ്പോഴും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വിഷമം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോയതാ. ഇതൊക്കെ ഒരു വിഷമമാണ്. ഞാൻ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. ലൈഫ് മുമ്പോട്ട് ജീവിക്കണം. ഇനി അനിയനുണ്ട്, ഇനി അമ്മയുണ്ട്, ഇനി കൂടപ്പറപ്പങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ജീവിക്കണമെന്ന് കരുതുന്ന ഞാൻ മുമ്പോട്ട് പോവാണ്. ഒരു എക്സാം തോറ്റു എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കുത്തിയിരുന്ന് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അടുത്ത എക്സാമിലേക്ക് തിരിച്ചു വരണം. അടുത്ത ലൈഫ് പ്ലാൻ ചെയ്യണം. വലിയൊരു നിലയിലെത്തണം. ഇനി എക്സാമുകൾ പൊട്ടാൻ പാടില്ല, ഇനി തോക്കാൻ പാടില്ല. എൻ്റെ മിസ്റ്റേക്കുകൾ വരുത്തി ഞാൻ തിരുത്തണം. അടുത്ത എക്സാമ്പിൾ ഞാൻ തിരുത്തണം എന്ന് കരുതി മുമ്പോട്ട് പോവാ. ജീവിതം അങ്ങനാണ്. എനിക്ക് ഇപ്പോൾ ഉള്ള വിഷമവും നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടല്ലോ. നിങ്ങളുടെ വിഷമോ എനിക്കുള്ള വിഷമമുണ്ട്. ഞാൻ എൻ്റെ വിഷമം നിങ്ങളുടെ വിഷമത്തെക്കാൾ വലിയ വിഷമമല്ലേ എൻ്റേത്. എന്നിട്ട് ഞാൻ മുമ്പോട്ട് ജീവിക്കുന്നില്ലേ? അപ്പം നിങ്ങൾക്കും അതേപോലെ മുമ്പോട്ട് ജീവിച്ച് അടിപൊളി നിലയിൽ എത്തിക്കൂടെ മക്കളെ? അത്രേ ഉള്ളൂ. ആ അമ്മയും അച്ഛനും ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നത് നല്ല നിലയിൽ എത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുക. +1 +2 പൊക്കോട്ടെ. അവർ ക്ഷമിച്ചില്ലേ, അവർക്ക് വേണ്ടി ക്ഷമിച്ച് അവർക്ക് വേണ്ടി നല്ലൊരു നിലയിൽ എത്തി കാണിക്കുക. എനിക്കതേ പറയാനുള്ളൂ. വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല മക്കളെ. തിരിച്ചു വരിക, കാണിച്ചു കൊടുക്കുക, നന്നായി പഠിക്കുക,
എക്സാമിന് കൂടെ ഉണ്ട്, എജുപോർട്ട് കൂടെ ഉണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ, പൈസ ഉള്ളവരൊക്കെ ജോയിൻ ചെയ്യുക, പഠിക്കുക. അല്ലാത്തവർ നമ്മുടെ ലൈവ് ഉണ്ട്, യൂട്യൂബിൽ ലൈവ് നേരത്തെ എടുത്ത ചാപ്റ്റേഴ്സൊക്കെ എടുത്ത് വെച്ച് കാണാം, പഠിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ബൈ.